ഇന്ദ്രൻ്റെ ബാഗുകൾ പാക്ക് ചെയ്യുമ്പോൾ മായ വിതുമ്പിപ്പോയി. ഇന്ദ്രൻ്റെ റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് മായ പുറംതിരിഞ്ഞു നിന്ന് ബാഗിൽ ഷർട്ടുകൾ മടക്കി വെക്കുന്നതാണ്. ശബ്ദമുണ്ടാക്കാതെ ഡോർ അടച്ച് മുന്നോട്ട് നടന്നു. മായ സാരി എടുത്ത് കുത്തിയാണ് നിൽക്കുന്നത്. ഇന്ദ്രൻ്റെ കണ്ണുകൾ മായയുടെ വയറിൽ ഉടക്കി. അവളുടെ വയറിൽ വിയർപ്പ് കണങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ കൈകൾ അവിടെ തൊടാൻ കൊതിച്ചു. അവളുടെ വയറിൽ കൂടി കൈ കടത്തി അവൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി. മായ ആദ്യം ഞെട്ടി പോയെങ്കിലും തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മണം അവളെ പൊതിഞ്ഞു. അവളൊന്ന് കുറുകി. അവളുടെ മാറ്റം അവൻ്റെ നിയന്ത്രണം തെറ്റിക്കാൻ പോന്നതായിരുന്നു. അവൻ്റെ കൈ അവളുടെ മുടി മാറ്റി ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ചിത്രം വരച്ചു. അവളുടെ വിയർപ്പ് അവൻ്റെ നാവിൽ നുണഞ്ഞെടുത്തു. അവൾ വിറച്ചുപോയി. അവൻ മായയുടെ കഴുത്തിൽ തല വെച്ച് ചിരിയോടെ നിന്നു. അവൻ്റെ കൈയിലേക്ക് അവളുടെ കണ്ണുനീർ വീണപ്പോൾ അവനൊന്ന് ഞെട്ടി. അവൻ നേരെ നിന്നിട്ട് അവളെ തിരിച്ചു നിർത്തി. എൻ്റെ പെണ്ണ് ഇങ്ങനെ വിഷമിക്കാതെ, ഞാൻ വേഗം വരും. എന്നിട്ട് നമുക്ക് ഒരുപാട് യാത്ര പോണം. അവിടെ വെച്ചെൻ്റെ പ്രണയം നിനക്ക് തരും. ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. മായ കണ്ണുകൾ തുടച്ച് ചിരിയോടെ ഇന്ദ്രൻ നിന്ന് പിടിച്ച് കട്ടിൽ പോയിരുന്നു. ഇന്ദ്രൻ അടുത്ത് വന്ന് ഇരുന്നിട്ട് മായ അനങ്ങാൻ പോയില്ല. അമ്മു മോളെ നോക്ക്, ഈ യാത്ര ആവശ്യമില്ല, അത്യാവശ്യമാണ്. അല്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മൂസിനെ ഇട്ടിട്ട് ഞാൻ പോകുമോ? നിന്നെ കൂടെ കൊണ്ടുപോയേനെ. നീ എപ്പോഴും ഒറ്റക്കായിരിക്കും. ഞാൻ എത്ര ശ്രമിച്ചാലും ഫ്രീ ആവാൻ പറ്റില്ല. അവസാനം പറഞ്ഞു നിർത്തിയപ്പോൾ ഇന്ദ്രൻ്റെ തൊണ്ട ഇടറിപ്പോയി. മായ ഇന്ദ്രൻ്റെ വേദന കണ്ടപ്പോൾ അവനെ കെട്ടിപ്പിടിച്ചു. സോറി ഏട്ടാ, ഞാൻ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ഇന്ദ്രൻ മായയെ അടർത്തി മാറ്റി അവളുടെ മുഖം കയ്യിലെടുത്തു. അവരുടെ കണ്ണുകൾ പരസ്പരം ഇടഞ്ഞപ്പോൾ രണ്ടുപേരും എല്ലാം മറന്നു. അവൻ്റെ ചുണ്ടുകൾ അതിവേഗം അവളുടെ ഇരുകവിളിലും പതിഞ്ഞു. അവൻ്റെ ചുംബന ചുടുവിൽ അടഞ്ഞുപോയ മീയിൽ അവൻ്റെ കണ്ണുകൾ എത്തി. അവിടെ അവൻ്റെ ചുണ്ടുകൾ എത്താൻ അധികം സമയം വേണ്ടി വന്നില്ല. അവളുടെ കൈകൾ അവനിൽ മുറുകി. അവൻ അവളുടെ മേയിൽ നിന്നും ചുണ്ടുകൾ എടുത്ത് അവളുടെ തേൻ ചുണ്ടിലേക്ക് ചുണ്ടു ചേർക്കാൻ അവൻ്റെ മനസ്സ് വെമ്പി. അവൾ കണ്ണുകൾ തുറന്ന് ഇന്ദ്രനെ നോക്കി. ഐ ആം വെൻറ്റ് ടു ബെഡ് ഈസ് നോട്ട് ടൈം. വൈ നോട്ട് ടൈം? പറ, എനിക്ക് ഫ്ലൈറ്റ് മിസ്സാവും. ഇന്ദ്രൻ ചിരിയോടെ പറഞ്ഞിട്ട് മായയെ നോക്കി. അവൾ ചമ്മൽ മറച്ചു വെച്ചുകൊണ്ട് കള്ള ഗൗരവത്തിൽ അവനെ കാലിലിടിച്ച് ഒരു പിച്ചും കൊടുത്ത് എണീറ്റു. മായ ബാഗിലെല്ലാം എടുത്തു വെച്ച് ബാഗിൻ്റെ സിബിട്ട് ഇന്ദ്രനെ നോക്കി. അവളുടെ പ്രവൃത്തി കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ദ്രൻ്റെ ചുണ്ടിൽ ചിരി മായാതെ നിന്നു. എല്ലാം റെഡിയാക്കി പോയിട്ട് വരാട്ടോ. എൻ്റെ അമ്മൂസ് സങ്കടപ്പെടരുത്. ഞാൻ എന്നും വിളിക്കാം, എത്ര വൈകിയാലും വിളിക്കും. അവൻ അവളെ ചേർത്ത് നിർത്തി അവളുടെ നെറ്റിയിൽ ചുംബിച്ച് അവളുടെ കണ്ണുകളിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീർ തുടച്ച് അവളുടെ താടിയിൽ പിടിച്ചുയർത്തി. വേഗം എല്ലാം നന്നായി നടത്തി വാ. ഐ വിൽ വെയിറ്റ് ഫോർ യു. മായ ചിരിക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി. ഇന്ദ്രൻ വേദനയോടെ മായയെ തന്നെ നോക്കി നിന്നു. ഫോണിൻ്റെ സൗണ്ട് ഇന്ദ്രനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. ഫോണിൽ തമ്പി എന്ന് കണ്ടപ്പോൾ ഫോൺ ആൻസർ ബട്ടൺ അമർത്തി ചെവിയോട് ചേർത്തു. നീ വന്നോ? ഞാൻ ദേ വന്നു. പോടാ പോടാ. ആരാ? അത് ഫ്രണ്ട്. നിനക്കറിയാം, തമ്പി നിന്റെ സീനിയർ ആയിരുന്നു. തമ്പിയോ? അവനുമായി എങ്ങനെ അറിയും? അത് അവനെ അറിയാം. അവൻ്റെ കമ്പനിയുമായി ഇപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. വായിൽ വന്ന നുണ, ഇന്ദ്രൻ പറഞ്ഞു. അവനത്ര നല്ലതൊന്നുമല്ല. അതൊക്കെ പഠിക്കുന്ന കാലത്തല്ലേ എൻ്റെ അമ്മൂസേ. അവൻ അവളെ വിട്ട് ബാഗ് കയ്യിലെടുത്ത് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. രജനിയും തമ്പിയും കൂടി ഹാളിൽ സെറ്റിൽ ഇരുന്ന് വലിയ സംസാരത്തിലായിരുന്നു. തമ്പിയെ കണ്ടപ്പോൾ മായയ്ക്ക് എന്തോ അവനോട് അനിഷ്ടം തോന്നി. അത് മുഖത്ത് വരാതിരിക്കാൻ കൃത്രിമ ചിരി വരുത്തി. അവരെ കണ്ടപ്പോൾ തമ്പി എണീറ്റ് നിന്നു. അവൻ്റെ മുഖത്ത് സന്തോഷ ചിരി തെളിഞ്ഞു. ഇറങ്ങാറായോ വാവേ? നിങ്ങൾക്ക് ആയി, പോയി വരാം. അവൻ രജനിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പുറത്തേക്ക് നടന്നു. പുറകെ മായയും അവളുടെ പുറകെ ബാക്കി രണ്ടുപേരും പുറത്തേക്ക് നടന്നു. ഇന്ദ്രൻ യാത്ര പറഞ്ഞ് കാറിൽ കയറി. മായയോട് പോകുക എന്നും ഒന്നും കൂടെ കണ്ണുകൊണ്ട് പറഞ്ഞിട്ട് നേരെയിരുന്നു. ഡ്രൈവർ
പോർച്ച് വിട്ട് മുറ്റത്തേക്കും പിന്നെ റോട്ടിലേക്ക് ഇറക്കി വേഗത്തിൽ ഓടിച്ചു പോയി. കാർ പോകുന്നത് കണ്ണിമ ചിമ്മാതെ മായ നോക്കി നിന്നു. ഡെയ്സി അലമുറയിട്ട് കരയാൻ തുടങ്ങി. ആ ബെഡിൽ തൻ്റെ ശരീരം മറയ്ക്കാൻ പോലും ഒരു തുണിയില്ല. അവനോടുള്ള പ്രേമമാണ് ഈ ഫ്ലാറ്റിൽ എത്തിയത്. അയാളുടെ തേൻ പുരണ്ടും വാക്കുകളിലും താൻ വീണു. അയാൾ മുതലെടുത്തു. തൻ്റെ ശരീരം അയാളും കൂട്ടുകാരനും പിച്ചു ചീന്തി. അവൾ ഇവിടം എത്തിയത് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. തലയിൽ വലിയൊരു ഭാരം കയറ്റി വെച്ചതുപോലെ. ഏറെ നാളുകളായി അയാൾ ക്ഷണിക്കുന്നു. എന്നാൽ പേടികൊണ്ട് അതിന് സാധിച്ചില്ല. ഇന്ന് ഒരുപാട് വിഷമത്തിൽ പറഞ്ഞപ്പോൾ അയാൾ തൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നു എന്നു കൂടി പറഞ്ഞപ്പോൾ പറ്റിപ്പോയി. ഇവിടെ വന്നപ്പോൾ കൂട്ടുകാരനുണ്ട്. കുറച്ചു നേരം സംസാരിച്ചിരുന്ന് മാന്യമായി പെരുമാറ്റം. ഞാൻ വിശ്വസിച്ചു. അയാൾ റൂമിലേക്ക് കൂട്ടുമ്പോൾ സ്നേഹവും സന്തോഷവും തന്നതിൽ നിറഞ്ഞിരുന്നു. പക്ഷേ സന്തോഷത്തിൻ്റെ ആയുസ്സ് കുറവായിരുന്നു. അയാൾക്കൊപ്പം കൂട്ടുകാരനും വന്നപ്പോൾ അപകടം മണത്തു. താൻ പരമാവധി ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചു. എന്നാൽ അവന്മാരുടെ കൈക്കരുത്തിൽ താൻ തോറ്റുപോയി. അവൻ എൻ്റെ കയ്യിൽ ബലത്തിൽ പിടിച്ചു വെച്ച് കയ്യിൽ സിറിഞ്ച് കയറിയപ്പോൾ തനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ ശേഷിയില്ലാതെയായി. എല്ലാം മറിഞ്ഞു കിടന്നു. മാറി മാറി തന്നെ അവന്മാർ രണ്ടുപേരും ഓരോ പ്രാവശ്യം തന്നിൽ അമരുമ്പോൾ അവന്മാർ ആഹ്ലാദിച്ചു. റൂമിൽ വാതിൽ തുറക്കപ്പെട്ടപ്പോൾ അവൾ തൻ്റെ ശരീരം മറക്കാൻ ഒരു തരി തുണിക്കായി അവിടം പരത്തി. ഇന്ദ്രൻ മായയെ ടൈം ഉണ്ടാക്കി എന്നും വിളിക്കും. ഇന്ദ്രൻ ഇല്ലാത്ത ദിവസങ്ങൾ മായക്ക് അസഹ്യമായി തോന്നി. പകലെല്ലാം രജനിക്കൊപ്പം പുറത്ത് ഗാർഡൻ ഉണ്ടായിരിക്കും. പുതിയ പുതിയ ഭക്ഷണ പരീക്ഷണങ്ങൾ ചെയ്തു ദിവസങ്ങൾ തള്ളി നീക്കി. ഇന്ദ്രൻ്റെ വരവിനായി മായ കാത്തിരുന്നു. അപ്പുവിനെയും അച്ചുവിനെയും എന്നും മായ വിളിക്കും. കുഞ്ഞിനോട് സംസാരിക്കാനും ഇപ്പം മടിയൊന്നുമില്ല. അവിടെ സ്കൂൾ വിശേഷങ്ങളും വെള്ളക്കാരികളായ കൂട്ടുകാരികളെ പറ്റിയും വാ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ മായ ആസ്വദിക്കാൻ തുടങ്ങി. ഇതെല്ലാം കാണുമ്പോൾ അപ്പുവിൻ്റെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു. എന്നാൽ ഇതെല്ലാം കണ്ട് അസ്വസ്ഥതയായി ഇരിക്കുകയാണ് അച്ചു. അവൾ കുഞ്ഞിനെ കൂടുതൽ ചേർത്ത് പിടിച്ച് ആർക്കും കൊടുക്കില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. അവൾക്ക് ആദ്യമായി മായയോട് ഇന്ദ്രനോട് ദേഷ്യം തോന്നി. ഞങ്ങളുടെ കുഞ്ഞ്, എൻ്റെ അപ്പുവിട്ടൻ്റെയും കുഞ്ഞ്, ഒരു സുപ്രഭാതത്തിൽ വന്ന് ചോദിച്ചാൽ കൊടുക്കില്ല ഞാൻ. ചത്തുപോവും ഞാൻ. 2 ദിവസം കുഞ്ഞിനെ പിരിഞ്ഞിരുന്നത് ഓർക്കാൻ കൂടി വയ്യ. അപ്പോൾ പുതിയ സ്നേഹം കാണിച്ച് കൊച്ചിനെ മയക്കാൻ വന്നിരിക്കുന്നു. ഇത്രയും നാൾ എവിടെയായിരുന്നു ഈ സ്നേഹം? അവൾ പുച്ഛത്തോടെ മുഖം തിരിച്ചു. അപ്പു ഇതൊന്നും ശ്രദ്ധിക്കാതെ അവരുടെ ഫോൺ വിളി കണ്ടിരുന്നു. അച്ചു അപ്പു ഇതെല്ലാം ആസ്വദിച്ച് കണ്ടപ്പോൾ ദേഷ്യത്തെ റൂമിലേക്ക് പോയി. പിന്നെയും ഫോൺ വിളി തുടർന്നു. കുഞ്ഞിനോട് സംസാരം കഴിഞ്ഞ് അപ്പു മായയോട് സംസാരിച്ചാൽ ഫോൺ വെച്ചു. അച്ഛാ ഇപ്പോൾ വരാം, മോള് കളിച്ചോ. താഴെ ഇരുന്ന് കളിക്കുന്ന കുഞ്ഞിനോട് പറഞ്ഞിട്ട് അപ്പു അച്ചുവിനെ നോക്കി റൂമിലേക്ക് നടന്നു. അപ്പു റൂമിൽ ചെല്ലുമ്പോൾ അച്ചു കട്ടിൽ കിടക്കുന്നു. കൈ കണ്ണിൻ്റെ മുകളിൽ വെച്ചാണ് കിടപ്പ്. ഡോർ സൗണ്ട് ഉണ്ടാക്കാതെ ലോക്ക് ചെയ്തു. അച്ചുവിൻ്റെ അടുത്ത് കിടന്നു. അച്ചു എന്തു പറ്റി? വയ്യേ നിനക്ക്? മുഖത്തൊരു വാട്ടം. എൻ്റെ ഹോംവർക്ക് റിസൾട്ട് കണ്ടോ? അപ്പു അച്ചുവിൻ്റെ വയറിൽ തടവിക്കൊണ്ട് ചെവിയോട് ചേർന്ന് മുഖം ഉരസിക്കൊണ്ട് ചോദിച്ചു. അച്ചുവിൽ നിന്ന് പ്രതികാരം കിട്ടാതെ വന്നപ്പോൾ അപ്പു അവളെ കൈ മാറ്റി അവളെ തിരിച്ചു കിടത്തി. അവളുടെ കണ്ണ് കലങ്ങി കിടക്കുന്നു കണ്ടപ്പോൾ അപ്പു അവളുടെ താടി പിടിച്ച് അവൻ്റെ മുഖത്തിന് നേരെ വെച്ചു. എന്താ മോളെ? അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അച്ചു എന്തു പറ്റി? ഏട്ടനില്ലേ നിനക്ക്? എന്തിനും കരയാതെ കാര്യം പറ. ഏട്ടാ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അതിന് ഏട്ടൻ കൂട്ടിന് നിന്നാ പിന്നെ ഞാൻ ഉണ്ടാവില്ല. അച്ചു. അപ്പു വിഷമത്തിൽ അച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കിടന്നു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അവളുടെ അമ്മ ഞാനാ, അച്ഛൻ ഏട്ടനും. അവരെ ഇനി എൻ്റെ കുഞ്ഞിനെ കാണിക്കില്ല. അയാൾ ഇനി അതും പറഞ്ഞു വന്നാ. അവളുടെ ഓരോ വാക്കുകൾ ഉറച്ചതായിരുന്നു. അവസാനത്തെ വാക്ക് ഒരു താക്കീതായി അപ്പുവിന് തോന്നി. അവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. എന്തു പറഞ്ഞാലും ഇപ്പോൾ മനസ്സിലാക്കാൻ അച്ചുവിൻ്റെ മനസ്സ് സമ്മതിക്കില്ല. അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. കുഞ്ഞ് റൂമിലേക്ക് വരുന്നത് വരെ അവർ അങ്ങനെ തന്നെ കിടന്നു. അപ്പു കുഞ്ഞിനെ എടുത്ത് അവരുടെ നടുവിൽ കിടത്തി.
പിന്നെ 3 പേരുടെയും ചിരി ആ റൂമിൽ ഉയർന്നു കേട്ടു. അപ്പോഴും മച്ചുവിൻ്റെ മനസ്സ് കലങ്ങി മറിയുകയായിരുന്നു. ഇനി കുഞ്ഞിനെ ആവശ്യപ്പെട്ടാൽ എന്തു ചെയ്യുമെന്ന് അവൾ സ്വന്തം ചോദിച്ചു. അവളുടെ മനസ്സ് കുടിലത തെളിഞ്ഞു. മായ വീട്ടിലിരുന്ന് മടുത്തപ്പോൾ ഇന്ദ്രനോട് ചോദിച്ചിട്ട് ഓഫീസിൽ പോയി തുടങ്ങി. ആദ്യം സമ്മതിച്ചില്ല. പിന്നെ രജനിയുടെ ഇടപെടൽ ഇന്ദ്രൻ്റെ തീരുമാനം മാറ്റി. നാൻസിയും ധന്യയും എന്നും വിളിക്കും ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. 2 ദിവസം ഓഫീസിൽ കഴിഞ്ഞ് മായയെ കാണാൻ വന്നിരുന്നു. മായ റെഡിയായി താഴേക്ക് വരുമ്പോൾ രജനിയോട് സംസാരിച്ച് സെറ്റിയിലിരിക്കുന്ന ആളെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് ചിരി വിരിഞ്ഞു. അർജുനേട്ട, സുഖല്ലേ? കല്യാണത്തിന് അന്ന് കണ്ടതാ, പിന്നെ ഈ വഴി മറന്നു പോയോ? ഇന്ദ്രൻ്റെ ഫ്രണ്ടാണ് അർജുൻ. അതെ, എനിക്ക് സുഖം തന്നെയാണ് മായ. പിന്നെ അവൻ എന്നെ ഓഫീസിൽ കാര്യത്തിൽ കുരുക്കിയിട്ടു കളഞ്ഞു. നിന്ന് തിരിയാൻ സമയമില്ലാതെ പോയി. ഏട്ടൻ കഴിച്ചോ? കഴിച്ചു. മായയെ കൂട്ടി ഓഫീസിൽ എത്തിക്കുക, തിരിച്ച് വീട്ടിൽ എത്തിക്കുക. കെട്ടിയോൻ പുതിയ പണി തന്നു പോവാം. അർജുൻ ചിരിച്ചുകൊണ്ട് രജനിയെ നോക്കി. അവൻ്റെ ഓരോ വട്ട് ഡ്രൈവറുണ്ട് എന്നിട്ടും. രജനി മായയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തിരിച്ച് മായയും രജനിക്ക് ഒരു ചിരി തരിച്ച് കൊടുത്തു. അമ്മ, ഞാൻ പോയി വരാം. പോയി വാ. മായ അർജുനിൻ്റെ കാറിൽ ഫ്രണ്ട് ഡോർ തുറന്ന് കയറിയിരുന്നു. അവരുടെ കാർ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ മറ്റൊരു കാർ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി പോർച്ചിൽ നിർത്തി. രജനി ഡോർ അടയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് കാർ കാണുന്നത്. രജനി ഡോർ തുറന്ന് സംശയത്തോടെ കാറിലേക്ക് നോക്കി. കാറിൻ്റെ ഡോർ തുറന്നു വരുന്ന ആളെ കണ്ടപ്പോൾ രജനി ചിരിച്ചു. അർജുനിൻ്റെ കാർ ഓഫീസിലെത്തിയപ്പോൾ നാൻസിയും ധന്യയും പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. മായയെ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അകത്തേക്ക് മായ കടന്നപ്പോൾ പലരുടെയും മുഖത്ത് ചിരിയും ചിലരുടെ മുഖത്ത് ദേഷ്യവും. മനോജിൻ്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അവളെ എല്ലാവരും വിഷ് ചെയ്തു. മായ എല്ലാവരോടും നന്നായി സംസാരിച്ചു. കുറച്ചു നേരം നിന്ന ശേഷം ഇന്ദ്രൻ്റെ റൂമിലേക്ക് നടന്നു.